സംസ്ഥാനത്തെ ചൂട് അധികമായപ്പോൾ ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ്. പാമ്പുകടിയേറ്റ് ചികിത്സ തേടുന്നവരുടെയും മരണപ്പെടുന്നവരുടെയും എണ്ണം കൂടി വരികയാണ്. ചികിത്സ ലഭിക്കാതെ മരണം സംഭവിച്ചു എന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് എല്ലാ ആശുപത്രികളിലും ചികിത്സ ഉറപ്പാക്കുന്നു. 108 ആംബുലൻസിന്റെ സേവനവും ലഭ്യമാക്കുന്നുണ്ട്. ആന്റിവെനം ലഭ്യമാകുന്ന ആശുപത്രികളുടെ വിവരങ്ങളും അതോടൊപ്പം പ്രാഥമിക ചികിത്സ നൽകാൻ 108 ആംബുലൻസ് ജീവനക്കാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റത് 23 പേർക്കാണ്. സംശയത്തിന്റെ പേരിൽ 9 പേർ ചികിത്സ തേടുകയും ചെയ്തു. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പാമ്പുകൾ പുറത്തിറങ്ങുന്നതിനാൽ അതീവ ജാഗ്രത ഉണ്ടാകേണ്ടതാണ്. ജനവാസ മേഖലയിൽ പാമ്പുകളുടെ സാന്നിധ്യം കൂടി വരികയാണ്. അതീവ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമായി മാറുകയാണ്. വാഹനങ്ങൾ സൂക്ഷിക്കുന്നിടത്തും കൃഷിയിടങ്ങളിലും തുടങ്ങി പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും അതീവ ജാഗ്രതയോടെ സമീപിക്കേണ്ടത് അത്യാവശ്യമായി തുടരുകയാണ്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്ത പ്രദേശങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലും ചെരുപ്പ് ഉപയോഗിക്കാതെ നടക്കുന്നതും ഒഴിവാക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ പാമ്പുകടി ഏറ്റുവെന്ന് തോന്നിയാൽ സ്വയം ചികിത്സ ചെയ്യാൻ ശ്രമിക്കാതെ വൈദ്യസഹായം തേടാനും ശ്രമിക്കണം. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 7 പേരെയാണ് പാമ്പുകടിയേറ്റ് ജീവൻ നഷ്ടമായത്. കോഴിക്കോട് കുറ്റിയാടിയിൽ 5 വിഷപ്പാമ്പുകളെയാണ് ഇന്ന് കണ്ടെത്തിയത്. മലയോര മേഖലയിലെ ജനവാസ മേഖലയിൽ ഒരു വീട്ടിലെ കിടപ്പുമുറിയിലാണ് കണ്ടെത്തിയത്. അതീവ ജാഗ്രതയോടെ ജീവിക്കുക എന്നല്ലാതെ സമാനമായ സാഹചര്യത്തെ നേരിടാൻ വലിയ ബുദ്ധിമുട്ടാണ്.